കരുണാകരൻ. ഗുഡ് മോർണിംഗ് മാഡം. എന്താണ് തനിക്കൊരു ഉന്മേഷം ഇല്ലാത്തത്? എങ്ങനെ ഉന്മേഷം ഉണ്ടാവാനാ മാഡം? ആ പ്രിയൻ തിരിച്ചു വന്ന പിന്നെ തൊഴിലാളികൾക്കൊന്നും എന്നെ ഒട്ടും പേടിയില്ല. ഞാൻ വെറുതെ അവിടെ പോയിരിക്കുന്നേ ഉള്ളൂ. എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് പ്രിയനാണല്ലോ. അവനാ കൈലാസാറിന്റെ വളം കൈയല്ലേ. അതൊന്നും അധിക നാളെ നിലനിൽക്കില്ല. കാര്യങ്ങളെല്ലാം തന്റെ കയ്യിലേക്ക് തന്നെ തിരിച്ചു വരും. പക്ഷേ താൻ ഇനിയെങ്കിലും സ്റ്റാഫുകൾ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് കൃത്യമായി വാച്ച് ചെയ്യണം. അതിന് ഞാൻ എന്ത് കുറവാ മാഡം വരുത്തിയേക്കണേ? ഇവിടെ എല്ലാവരും ഞാൻ കൃത്യമായിട്ട് നിരീക്ഷിക്കുന്നുണ്ട്. ഇവിടെ ആരെങ്കിലേ തുമ്മിയ പോലും ഞാൻ അറിയും. അഹങ്കാരത്തിന് ഒരു കുറവുമില്ല. എടോ, ഇത്രയൊക്കെ വാച്ച് ചെയ്തിട്ടും തന്റെ മൂക്കിന്റെ താഴെ പാർവതിയെ ഗന്ധർവൻ വീണ്ടും പ്രണയിച്ചു തുടങ്ങിയത് താൻ കണ്ടില്ലേ? ഗന്ധർവൻ വീണ്ടും വന്നു. എന്നിട്ട് ഞാൻ അവനെ കണ്ടില്ല. എവിടെ അവൻ? എടോ, താൻ കാണില്ല. പക്ഷേ ഞാൻ കണ്ടിരുന്നു. തന്നോട് പറയുകയും ചെയ്തു. എന്നാലും ഞാൻ അറിയാതെ ആരാ മാഡം ഇവിടെ കയറി പ്രേമിക്കാൻ വരണേ? താനേ ഒന്ന് ശ്രദ്ധിച്ച് നോക്ക്. അപ്പോ പ്രിയനാണ് ഗന്ധർവൻ? നമ്മൾ കൈലാഷിന്റെ മുന്നിൽ പ്രിയനാണ് ഗന്ധർവനെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചു. പക്ഷേ സത്യത്തിൽ പ്രിയൻ തന്നെയായിരുന്നു പാർവതിയുടെ ഗന്ധർവൻ. പാർവതി പ്രിയനെ കുറിച്ചുള്ള സത്യം മനസ്സിലാക്കിയതിനു ശേഷം രണ്ടുപേരും ആത്മാർത്ഥ പ്രണയത്തിലാണ്. എല്ലാവരുടെ മുമ്പിലും നല്ല കുട്ടിയായിട്ട് അഭിനയിച്ചിട്ട് ഇതായിരുന്നല്ലേ അവളുടെ പരിപാടി. ഇവരെ ഞാൻ വെറുതെ വിടില്ല മാഡം. എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഇവരെ ഞാൻ നാണം കെടുത്തു. അപ്പോഴേ നമ്മളെ കാണുമ്പോ വീട്ടുകൾക്കൊരു പേടി ഉണ്ടാവുള്ളൂ. കരുണാകരൻ, അവർക്ക് പണി കൊടുക്കാൻ എന്റെ അടുത്ത് ഇതിനേക്കാൾ നല്ലൊരു പ്ലാൻ ഉണ്ട്. അതെന്തുട്ടാ മാഡം? എല്ലാം തനിക്കിപ്പോ മനസ്സിലായിക്കോളും. കരുണാകരൻ സാർ, താൻ സ്റ്റാഫ്സിനോട് എല്ലാവരോടും ഒന്ന് വരാൻ പറയേ. മമ്മിക്ക് എല്ലാവരോടും ഒരു കാര്യം പറയാനുണ്ട്. ശരി സാർ. എല്ലാവരും ഇങ്ങോട്ടൊന്ന് ശ്രദ്ധിച്ചേ. സീതാ മാഡത്തിന് നിങ്ങളോടൊന്തോ പറയാനുണ്ടെന്ന്. എല്ലാവരും ഇങ്ങോട്ടൊന്ന് വാ. പറഞ്ഞോളൂ മാഡം, എല്ലാവരും എത്തിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരോടും ഒരു സന്തോഷ വാർത്ത പങ്കുവയ്ക്കാനാ ഞാൻ നേരിട്ട് വന്നത്. നിങ്ങളിൽ കുറച്ചു പേർക്കെങ്കിലും കൈലാഷിന് പാർവതി ഇഷ്ടമാണെന്ന് അറിയാമായിരിക്കും. ഇനി അറിയാത്തവരുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടറിഞ്ഞോളൂ. തുടക്കത്തിൽ എനിക്കിതൊരു ഷോക്കായിരുന്നു. ഇവരുടെ പ്രണയം അംഗീകരിക്കാൻ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടി. പാർവതി കൈലാഷിന്റെ പണം ആഗ്രഹിച്ചാണോ ഇവനെ ഇഷ്ടപ്പെട്ടതെന്ന് ഞാൻ സംശയിച്ചു. എനിക്ക് പാർവതിയോട് നല്ല ദേഷ്യവും തോന്നി. എന്റെ ഭാഗത്തുനിന്ന് ചിന്തിച്ചാലേ ആ ദേഷ്യത്തിനൊരു ന്യായമുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷേ എന്റെ ദേഷ്യം കാരണം എന്റെ വീട്ടിലും കമ്പനിയിലും ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. പക്ഷേ എന്റെ ദേഷ്യമെല്ലാം മാറ്റിവെച്ചിട്ട് ചിന്തിച്ചപ്പോഴാ പാർവതി എത്ര നല്ല കുട്ടിയാണെന്ന് മനസ്സിലായത്. കൈലാഷ് പാർവതിയെ എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെട്ടതെന്ന് എനിക്ക് മനസ്സിലായി. ഇവര് പാർവതിയെ പുകഴ്ത്താണോ അതോ കുറ്റം പറയാണെന്ന് മനസ്സിലാവുന്നില്ല മാഡം. ഇതാണ് മാഡം പറഞ്ഞ പ്ലാൻ? ഇതൊന്നും എന്റെ പ്ലാൻ അല്ല. ആന്റി എന്താ ചെയ്യുന്നതെന്ന് എനിക്കും അറിയില്ല. ഇത്രയും നല്ലൊരു കുട്ടിയാണ് കൈലാഷ് ഇഷ്ടപ്പെട്ടതെന്ന് മനസ്സിലാക്കിയ നിമിഷം ഞാനൊരു കാര്യം തീരുമാനിച്ചു.
പാർവതിയായിരിക്കും എന്റെ വീട്ടിലെ മരുമകളെന്ന്. എന്തെന്നാ മേഡം ഇത്? ഇതോടെ മാഡത്തിന്റെ റൂട്ട് ക്ലിയർ ആവുന്ന ഞാൻ കരുതി. ഇതിപ്പോ മാഡത്തിന് ഇരുട്ടടി കിട്ടിയ പോലെ ആയല്ലോ. ഞാൻ പാർവതിയെ നിങ്ങൾ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഒരുപാട് അപമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാ ഈ വിഷയവും നിങ്ങൾ എല്ലാവരുടെയും മുന്നിൽ വെച്ച് തന്നെ പറയാമെന്ന് വിചാരിച്ചത്. എന്താ പാർവതി, ഞെട്ടിപ്പോയോ? എന്നോടൊരു വാക്ക് പോലും ചോദിക്കാതെ മാഡം എങ്ങനെയാ ഇത്ര വലിയ തീരുമാനം എടുക്കുന്നത്? എന്റെ മനസ്സിൽ എന്താണുള്ളതെന്ന് അറിയാതെ എല്ലാവരുടെയും മുൻപിൽ വെച്ച് ഞാൻ നിങ്ങളുടെ മരുമകളാകാൻ പോവാണെന്നൊക്കെ മാഡം എങ്ങനെയാ പറയുന്നത്? നിന്റെ ദേഷ്യത്തിന് ഒരു ന്യായമുണ്ട്. ഇതിനുള്ള മറുപടി ഞാൻ പറയുന്നതിനേക്കാളും നല്ലത് കൈലാഷ് പറയുന്നതാ. പാർവതി എന്തിനാണ് ടെൻഷനായെന്ന് എനിക്കറിയാം. പാർവതിയുടെ ചേച്ചിയുടെ കല്യാണം നടക്കാൻ പോവാണ്. ഈ സമയത്ത് പാർവതിയുടെ അച്ഛനും അമ്മയും പാർവതിക്കൊരു പ്രണയം ഉണ്ടെന്നറിഞ്ഞാൽ ആകെ പ്രശ്നമാവും എന്നല്ലേ പാർവതിയുടെ പേടി. എന്നാലേ അതിനെക്കുറിച്ച് ആലോചിച്ച് പാർവതി വെറുതെ പേടിക്കണ്ട. കാരണം ഞാൻ പാർവതിയുടെ വീട്ടിൽ ചെന്ന് പാർവതിയുടെ അച്ഛനോടും അമ്മയോടും എനിക്ക് പാർവതി ഇഷ്ടമാണെന്നും കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ടെന്നും പറഞ്ഞു കഴിഞ്ഞു. പാർവതിയുടെ അച്ഛനും അമ്മയും അത് സമ്മതമാണെന്ന് പറയുകയും ചെയ്തു. ലക്ഷ്മിയുടെ കല്യാണം കൂടാൻ പാർവതി നാട്ടിലേക്ക് പോകുമ്പോ പാർവതിയുടെ ഇക്കാര്യം സംസാരിക്കാനാണ് അവരുടെ തീരുമാനം. ഇല്ല, എന്റെ അച്ഛൻ എന്നോട് ചോദിക്കാതെ ഒരിക്കലും ഈ കല്യാണത്തിന് സമ്മതിക്കില്ല. ഞാനത് വിശ്വസിക്കില്ല. മുതിർന്നവർ നിങ്ങളെപ്പോലെ പെട്ടെന്നൊരു തീരുമാനം എടുക്കില്ല. കുട്ടികൾക്കും കുടുംബത്തിനും എന്താണ് നല്ലതെന്ന് നന്നായി ആലോചിച്ചിട്ടേ ഒരു തീരുമാനം എടുക്കൂ. അതുപോലെ നിന്റെ അച്ഛനും നിന്റെ നല്ലതിനു വേണ്ടി ഒരു തീരുമാനം എടുത്തു. ലക്ഷ്മിയുടെ കല്യാണത്തിന് നീ നാട്ടിൽ പോകുമ്പോ നിന്നെ ആ തീരുമാനം അറിയിക്കാന്ന് അദ്ദേഹം തീരുമാനിച്ചിട്ടുണ്ടാവും. അതേ പാർവതി, ഞാൻ പേടിച്ചിട്ടാണ് നിന്റെ അച്ഛനെ കാണാൻ പോയത്. പക്ഷേ അദ്ദേഹം എന്നോട് വളരെ ബഹുമാനത്തോടെയാണ് സംസാരിച്ചത്. ഞാൻ നിന്നെ കല്യാണം ആലോചിക്കാൻ വേണ്ടി വന്നാണെന്നറിഞ്ഞ് പ്രശ്നം ഉണ്ടാക്കാൻ വന്ന രുദ്രനോട് നിന്റെ അച്ഛൻ ഞാൻ അദ്ദേഹത്തിന്റെ മരുമകനാണെന്ന് വരെ പറഞ്ഞു.